ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ നിരന്തര സമരത്തിന് പിന്നാലെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ സ്വിഗ്ഗിയുടെ ക്വിക്ക് കൊമേഴ്സ് സേവന വിഭാഗമായ ഇൻസ്റ്റാമാർട്ട് ബ്രാഞ്ചിന് നഗരസഭയുടെ പൂട്ട്. സ്ഥാപനത്തിൽ ഡ്രൈനേജ് അടക്കമുള്ള വേസ്റ്റ് മാനേജ്മെന്റിൽ വീഴ്ച വരുത്തിയതിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തത്. വൃത്തിഹീനമായ സാഹചര്യവും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും ചൂണ്ടിക്കാണിച്ച് തൊഴിലാളികളാണ് കോർപ്പറേഷന് പരാതി നൽകിയത്. നിരവധി വനിതാ ജീവനക്കാരടക്കം 150ഓളം ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളാണ് ബേക്കറി ജംഗ്ഷനിലെ ഇൻസ്റ്റാമാർട്ട് ബ്രാഞ്ചിന് കീഴിലുള്ളത്. തൊഴിലാളികളോട് മോശമായി പെരുമാറുന്നുവെന്നും ശുചിമുറി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും ചൂണ്ടിക്കാട്ടി 2 മാസം മുമ്പ് തൊഴിലാളികൾ സൂചനാ സമരം നടത്തിയിരുന്നു. മാനേജ്മെന്റും തൊഴിലാളികളുമായി പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം ഒത്തുതീർപ്പായത്. എന്നാൽ ഈ ചർച്ചയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ നഗരസഭയ്ക്ക് പരാതി നൽകുന്നത്. ഇവിടെ ഒരു 150-200 പേര് ആൾക്കാർ ഡെയിലി 24 hours വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ നമുക്ക് രാവിലെയും രാത്രിയും വർക്ക് ചെയ്യുന്നവർക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ നമ്മൾ അടുത്ത പെട്രോൾ പമ്പിനാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ നമ്മൾക്കൊരു ബോണസ് തരണമെന്നോ അല്ലെങ്കിൽ ശമ്പളം കൂട്ടി തരണമെന്നോ ഒന്നുമല്ല, കമ്പനിക്ക് എതിരെയുമല്ല. വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശൗചാലയം വേണം, വൃത്തിയുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കണമെന്നതടക്കമുള്ളതാണ് തൊഴിലാളികളുടെ ആവശ്യം. ഡ്രൈനേജ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുവരെ നടപടി തുടരുമെന്ന് കോർപ്പറേഷനും അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.